വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്റർ ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ധാരാവൈദ്യുതി എന്നാണ്. ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയഗ്രാം വരയ്ക്കാം എന്ന് പറയുന്ന ഒരു പോർഷൻ തൊട്ട് വരുന്ന സമാന്തര രീതി, ശ്രേണി രീതിയിലൊക്കെ ഘടിപ്പിക്കാം. പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് വരുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ഈ ഒരു ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ് ടെക്സ്റ്റ് ബുക്കുകളും ചെയ്തിട്ടുണ്ട്. PSCക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, PSC റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സിലബസ് വൈസ് ആയിട്ട്, ടോപ്പിക് വൈസ് ആയിട്ട് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ചാർജ് എങ്ങനെയാണ് കാണാം? ചാർജിന് ഇക്വേഷൻ എന്തായിരുന്നു? I=Q/T ആണെന്ന് അറിയാലോ. ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് എടുത്താണ്. I=Q/T എന്ന് പറയുന്നതാണ് ചാർജ് കാണുന്നതിനുള്ള ഇക്വേഷൻ അല്ലേ. I എന്ന് പറയുന്നതാണ്, I എന്ന് വെച്ചാൽ എന്താണ്? I എന്ന് വെച്ചാൽ എന്താണ് നോക്കി നോക്കിയേ. T എന്ന് പറയുന്നത് എന്താണ്? സമയമാണ്. Q എന്ന് വെച്ചാൽ എന്താണ്? ചാർജാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് കാണുന്നതിനായിട്ട് I=Q/T കണ്ടാൽ മതി. I എന്ന് പറയുന്നത് കറണ്ടാണ്, Q എന്ന് പറയുന്നത് ചാർജാണ്, T എന്ന് വെച്ചാൽ സമയമാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് C/S എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആംബിയർ എന്നാണ് പറയുന്നത്. ആംബിയർ എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് പിന്നെ 2 പ്രോബ്ലം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഒരു വൈദ്യുത സ്രോതസ്സും വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണവും കറണ്ട് ഒഴുകത്തക്ക രീതിയിൽ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണല്ലോ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. വൈദ്യുത സർക്യൂട്ട് എന്ന് വെച്ചാൽ കുറേ ഉപകരണങ്ങളൊക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ കറണ്ട് ഒഴുകണം, നമുക്ക് കറണ്ട് കിട്ടണം. അതാണല്ലേ അതിന് ശരിക്കുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈദ്യുത സ്രോതസ്സുണ്ടായിരിക്കും, വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഉണ്ടായിരിക്കും, അത് കറണ്ട് കറക്റ്റ് രീതിയിൽ ഒഴുകണം അല്ലേ. ആ ഒരു സംവിധാനത്തെയാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ട് ഘടകങ്ങളുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. നോക്കി താഴെ നമുക്ക് ഒരു സർക്യൂട്ടിൻ്റെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. 7.19 ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, സ്വിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താണ്, ബൾബ് കത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, നമുക്കിതിന് എന്താണ് പല പ്രതീകങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ഡയഗ്രാം വരയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ ബാറ്ററി എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, സെല്ലിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, പ്രകാശത്തിന് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കി ചിത്രം 7.19 നമുക്ക് കറക്റ്റായിട്ട് 2 ബാറ്ററി വെച്ചത് കാണിക്കുന്നുണ്ട്. എന്നാൽ 7.19 ഈ ബാറ്ററിനെ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഇതൊക്കെ ഏതാണെന്ന് നമുക്ക് ഇവിടെ നോക്കിയേ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. വൈദ്യുത സർക്യൂട്ടിലെ ഏതാനും ഘടകങ്ങളുടെ പേരും പ്രതീകവും തന്നിട്ടുണ്ട്. സെല്ല് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കി. സെല്ല് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു വര വരച്ചിട്ട് ഒരു ചെറിയ വര അല്ലേ. അപ്പോൾ ആ സെല്ലല്ലേ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നോക്കി അല്ലേ. അതെ, 2 സെല്ലുണ്ട് അല്ലേ. ഒരു ചെറിയ വര, വലിയ വര, അതിനുശേഷം വീണ്ടും ഒരു ചെറിയ വര, വലിയ വര അല്ലേ. അപ്പോൾ 2 സെല്ല്, അതായത് 2 സെല്ല് എന്ന് വെച്ചാൽ എന്താണ്, 2 ബാറ്ററി അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ബാറ്ററി എന്ന് പറയുമ്പോൾ ഏതാണ്, 2 സെല്ലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 2 സെല്ലുണ്ട്. സ്വിച്ച് അല്ലെങ്കിൽ കീ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഓപ്പൺ ആയിട്ടതും കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്പൺ ആയതും കാണിച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്വിച്ച് കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓണാണ്, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഒഴുകുന്നുണ്ടെന്ന് അർത്ഥം. അതായത് ഇത് ഫുള്ള് ക്ലോസ്ഡ് സർക്യൂട്ട് ആവും അല്ലേ. ആ സർക്യൂട്ട് അടയും. അതായത് നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അടയണല്ലേ. അതായത് നമുക്ക് കറക്റ്റ് കറണ്ട് ഒഴുകിപ്പോണ്ടേ എല്ലാതും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്വിച്ച് കീ ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു കുത്ത് വെച്ച് ഇട്ടിട്ടുണ്ട് അല്ലേ, നടുക്കൊരു കുത്തിട്ടുണ്ട്. അപ്പോൾ കീ ഓൺ ആണെന്ന് പറയാം. സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കീ ആണെന്നുണ്ടെങ്കിൽ പറയുന്നതാണ് ഇങ്ങനെ വരുന്നത് അല്ലേ. ഇനി കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു കറുത്ത കുത്തുണ്ടായിരിക്കും. ഇനി ബൾബ് അല്ലെങ്കിൽ ലാമ്പ്, ബൾബാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബൾബ് പ്രകാശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നോക്കിയേ. ബൾബാണെന്നുണ്ടെങ്കിൽ നോക്കിയേ ഇതാ ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വട്ടം വരയ്ക്കുകയാണെങ്കിൽ അത് ബൾബാണ്.
ഇനി ഇതെന്താണ്? ലാമ്പാണ്. ഇൻറ്റു വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ലാമ്പാണ്. ഇനി LED ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയോഡ് പോലെ അല്ലേ വരച്ചിരിക്കുന്ന കണ്ടില്ലേ, ഒരു ത്രികോണം ഇങ്ങനെ ഇതായിട്ട് അല്ലേ, അത് വരച്ചിട്ടുള്ള ഏരിയയാണെന്ന് പറയുന്നത് LED എന്ന് പറയുന്നത്. ഇനി വോൾട്ടിമീറ്റർ ആണെങ്കിൽ V ആണ്, അമ്മീറ്റർ ആണെങ്കിൽ A ആണ്. ഒരു സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ സെല്ല്, ബാറ്ററി, സ്വിച്ച് കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കണ്ടു. ബൾബ് എങ്ങനെയാണെന്നും LED, വോൾട്ടിമീറ്റർ, അമ്മീറ്റർ ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് പറയാമല്ലോ അല്ലേ. ഒരു ഇങ്ങനെ നോക്കി ഒരു കുഞ്ഞു വരെ ഒരു വലിയ വര, കുഞ്ഞു വരെ ഒരു വലിയ വര, ഇത് 2 സെല്ല് അല്ലേ. 2 സെല്ലാണെന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? സ്വിച്ച് ആണ്. സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ അതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഇത് സ്വിച്ച് ഓൺ ആണോ? സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ അടഞ്ഞിട്ടുണ്ടായിരിക്കും, കറണ്ട് എന്തായാലും ഒഴുകണം. അപ്പോൾ ഇത് സ്വിച്ച് ഓൺ അല്ല അല്ലേ, സ്വിച്ച് ഓഫ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതെന്താണ്? ബൾബാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ബൾബാണെന്ന് നമുക്ക് കണ്ടില്ലേ. ബൾബ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ഇല്ലേ, ബൾബാന്ന് മനസ്സിലായി. ഇനി ജീവികളിലും വൈദ്യുതി. നമ്മുടെ ശരീരത്തിലെ തലച്ചോറ്, ഹൃദയം എന്നീ അവയവങ്ങളിൽ വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്? വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തലച്ചോറ്, ഹൃദയം എന്നീ അവയവങ്ങളിൽ വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വൈദ്യുത സിഗ്നലുകളായാണ് നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ തലച്ചോറിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഈ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? വൈദ്യുത സിഗ്നലുകളായിട്ടാണ് നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വൈദ്യുത സിഗ്നലുകളായിട്ടാണ് നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. ഹൃദയത്തിലെ സൈനസ് നോഡുകൾ എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ അനുസരിച്ചാണ് ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് നിലനിൽക്കുന്നത് അല്ലേ. ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് നിലനിൽക്കുന്നതിന് SA നോഡ് അല്ലേ. SA നോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. SA നോഡ് അല്ലെങ്കിൽ സൈനസ് നോഡുകൾ എന്ന് പറയുന്ന ഭാഗമാണ് വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഹൃദയത്തിലെ സൈനസ് നോഡുകൾ എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ അനുസരിച്ചിട്ടാണ് ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് നിലനിൽക്കുന്നത്. ഇനി ഇലക്ട്രിക് ഈലാണെങ്കിലോ, ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്ന ഒരു കടൽ മത്സ്യമാണ്. ഇലക്ട്രിക് ഈൽ എന്ന കടൽ മത്സ്യം ഏകദേശം 600 വോൾട്ടുള്ള വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ജീവിയാണ്. ഇലക്ട്രിക് ഈൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്ന ഒരു കടൽ മത്സ്യമാണ്. അതിനെന്താണ്? ഏകദേശം 600 വോൾട്ടുള്ള വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ജീവിയാണ്. ഇത് ഉപയോഗിച്ചാണ് ഇവ ഇര പിടിക്കുന്നത്. 600 വോൾട്ടുള്ള വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? ഇലക്ട്രിക് ഈലിന് പറ്റുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവ ഇര പിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ഒരു സർക്യൂട്ട് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒരു സർക്യൂട്ട് വരച്ചാലോ? നമുക്കൊരു ബാറ്ററി ആദ്യം വരയ്ക്കാം. ഒരു ബാറ്ററി വരച്ചിട്ട് ഒരു സെല്ല്, 2 സെല്ല് അല്ലേ. ഈ 2 സെല്ലും കൊണ്ട് അപ്പോൾ നമുക്കിവിടെ ഇതിനെ അമ്മീറ്ററായിട്ട് കണക്ട് ചെയ്യാം. അമ്മീറ്റർ എങ്ങനെയാണ്? A ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു വട്ടത്തിനുള്ളിൽ A ആണെന്നുണ്ടെങ്കിൽ അത് അമ്മീറ്ററാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെറുതും വലിയ വരയില്ലേ, ഈ വലിയ വരയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. വലിയ വരെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം അമ്മീറ്ററിന് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇത് ഘടിപ്പിക്കാം. പിന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ബൾബ് വരയ്ക്കാം അല്ലേ. ബൾബ് വരയ്ക്കാം, അല്ലെങ്കിൽ ലാമ്പ് വരയ്ക്കാമല്ലോ. ലാമ്പ് എങ്ങനെയാണ് വരയ്ക്കുക? നോക്കി ഇൻറ്റു ഇട്ടാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻറ്റു ഇട്ട് വരച്ചാലോ? ഇൻറ്റു വരയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്കത് ലാമ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് വരച്ചു. ഇന്ന് ഇതുപോലെ തന്നെ ചെറിയ ടോർച്ച് നിർമ്മിക്കാനൊക്കെ പറയുന്നുണ്ട്. ചിത്രം 7.2.1 കാണിച്ച സർക്യൂട്ട് നിരീക്ഷിച്ച് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ എന്നിവയുടെ പ്രതീകം, ഉപയോഗം, സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന രീതി എന്നിവ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ V എന്ന് പറയുന്നതാണ് വോൾട്ട്മീറ്റർ ആണ്. V എന്ന് പറയുന്നത് വോൾട്ട്മീറ്റർ ആണ്. പിന്നെ ഈ ഇൻഡു എന്ന് പറയുന്നത് എന്താണ്? ലാമ്പാണ് അല്ലേ. ലാമ്പാണ്. പിന്നെ അമ്മീറ്റർ ഉണ്ടല്ലോ, ഇവിടെ അമ്മീറ്റർ ഉണ്ട്. പിന്നെ എന്താണ്? ഇവിടെ ബാറ്ററി സ്വിച്ച് ഉണ്ട്. പിന്നെന്താണ്? ബാറ്ററി ഉണ്ട് അല്ലേ. ബാറ്ററി ഉണ്ട്. ഇത് ഘടിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. നമുക്ക് വോൾട്ട്മീറ്റർ ആണെന്നുണ്ടെങ്കിലോ, നമുക്ക് വോൾട്ട്മീറ്ററും തന്നിട്ടുണ്ട്, അമ്മീറ്ററും തന്നിട്ടുണ്ട്. സെല്ലും ബാറ്ററി നമ്മൾ പറഞ്ഞു അതായത് വലിയ വരാന്ന് പറയുന്നതാണ് പോസിറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വലിയ വരെയാണ് പോസിറ്റീവ് എന്ന്. അതുപോലെ തന്നെ അമ്മീറ്ററിലും വോൾട്ട്മീറ്ററിലും എങ്ങനെയാണ് ഈ 2 അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഇവിടെ കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അമ്മീറ്ററിലും വോൾട്ട്മീറ്ററിലും എങ്ങനെയാണ് ഈ സർക്യൂട്ട് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വോൾട്ട്മീറ്ററും അമ്മീറ്ററും നമ്മൾ ഡിഫറൻസ് നോക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം.
വോൾട്ട് മീറ്റർ എങ്ങനെയാണ് പ്രതീകം ചോദിക്കുകയാണെങ്കിൽ ഒരു വട്ടം വരച്ചിട്ട് അതിനുള്ളിൽ വി ഇടാണെങ്കിൽ അത് വോൾട്ട് മീറ്റർ ആണ്, എ ഇടാണെങ്കിൽ എന്താണ് അമ്മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനായിട്ടാണ് അല്ലേ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നതിനാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനായിട്ടാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അമ്മീറ്ററോ? അമ്മീറ്റർ എന്തിനാണ് എന്ത് മെഷർ ചെയ്യാനാണ്? കറണ്ട് മെഷർ ചെയ്യാൻ അല്ലേ. കറണ്ട് അതായത് വൈദ്യുതി അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ വൈദ്യുതി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. കറണ്ട് നോക്കുന്നതിനായിട്ടാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. വോൾട്ട് മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് നോക്കിയേ. ഉപകരണത്തിന് സമാന്തരമായിട്ടാണ്. നോക്കി ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ട് മീറ്റർ കാണാം അല്ലേ. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലാമ്പ്, അതാണ് ഉപകരണം അല്ലേ. ഈ ലാമ്പിന് സമാന്തരമായിട്ടല്ലേ ഘടിപ്പിച്ചിരിക്കുന്ന വോൾട്ട് മീറ്റർ അല്ലേ. സമാന്തരം എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ, ഇങ്ങനെ ഘടിപ്പിക്കുക അല്ലേ. അപ്പോൾ സമാന്തരമായിട്ടാണ് എന്താണ് ബൾബ് വോൾട്ട് മീറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അമ്മീറ്റർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അമ്മീറ്റർ എങ്ങനെയാണ്? ശ്രേണി രീതിയായിട്ടാണ് അല്ലേ. സമാന്തരമായിട്ടാണോ? അല്ല, സമാന്തരമായിട്ട് വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രേണി രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് അല്ലേ, നേരെയല്ല, സമാന്തരമായിട്ടല്ല. അതിനെയാണ് നമ്മൾ ശ്രേണി രീതി എന്ന് പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കേട്ടോ. അപ്പോൾ എന്താണ് ശ്രേണി രീതിയിലാണ് അമ്മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം അല്ലേ. വോൾട്ട് മീറ്റർ ആണെങ്കിൽ സമാന്തരമായിട്ടാണ്, അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. വോൾട്ട് മീറ്റർ നോക്കാം. അതായത് വോൾട്ട് മീറ്ററിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതിൽ നോക്കിയാൽ സെല്ലിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ചെറിയ വരെയാണ് നെഗറ്റീവ് എന്നല്ലേ. അപ്പോൾ ഈ സെല്ലിൽ ചെറിയ വരെയാണ് നെഗറ്റീവ്, ഈ വലിയ വരാണെങ്കിൽ എന്താണിത് പോസിറ്റീവാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. വോൾട്ട് മീറ്ററിൻ്റെ മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് ടെർമിനൽ എന്തുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സെല്ലിൻ്റെ ഏതുമായിട്ടാണ്? നെഗറ്റീവാണോ പോസിറ്റീവാണോ? നോക്കി ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നെഗറ്റീവായിട്ടാണ് അല്ലേ, ഒരു കുഞ്ഞി വരെയായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി അമ്മീറ്റർ നോക്കിയാലോ. അമ്മീറ്റർ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് നോക്കിയേ. പോസിറ്റീവിലേക്കാണ് അല്ലേ, പോസിറ്റീവിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നെഗറ്റീവും ബന്ധിപ്പിച്ചു, പോസിറ്റീവും ബന്ധിപ്പിച്ചു. അത് വോൾട്ട് മീറ്ററിലാണെങ്കിലും ശരി, അമ്മീറ്ററിലാണെങ്കിലും ശരി. അപ്പോൾ നമുക്കെന്ന് പറയാം വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവിനോടും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം. അതുപോലെ തന്നെയാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രതീകം എന്ന് പഠിച്ചു. വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വോൾട്ട് മീറ്റർ ഉപകരണത്തിന് സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നത്. അമ്മീറ്റർ ആണെങ്കിൽ ശ്രേണി രീതിയിലാണ്. വോൾട്ട് മീറ്റർ ആണെങ്കിലും അമ്മീറ്റർ ആണെങ്കിലും പോസിറ്റീവ് വശം പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവായിട്ടാണ് ഘടിപ്പിക്കുന്നത്. നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിലും നെഗറ്റീവായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി നാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പോണ ഓം നിയമം. വൈദ്യുതിയുമായി പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു ലോ ആണെന്ന് പറയുന്നത് ഓം നിയമം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കി പിക്ചറിൽ 2 ടോർച്ച് സെല്ലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അമ്മീറ്റർ തന്നിട്ടുണ്ട്, പ്രതിരോധകം, സ്വിച്ച് എന്നിവയൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പൊട്ടൻഷ്യൽ വ്യത്യാസം സർക്യൂട്ടിലൂടെയുള്ള കറണ്ടും അളന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റാത്ത കാരണം നമ്മൾ ഇത് ചെയ്യാൻ പോണ് ഒരു അളവ് നമ്മൾ എഴുതാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ സെല്ലുകളുടെ എണ്ണം 2 തന്നിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് 3 നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കറണ്ട് എത്രയാണ്? 2 ആയിരിക്കും. കറണ്ട് എന്ന് പറയുന്നത് 2 വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ V/I എന്ന് പറയുമ്പോൾ എന്താണ്? V/I എന്ന് വെച്ചാൽ എത്രയാണ് കിട്ടുക? V/I ചെയ്യുമ്പോൾ 3/2 അല്ലേ. 3/2 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? 3/2 ചെയ്യുമ്പോൾ 1.5 അല്ലേ. 3/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
1.5 കിട്ടും. അപ്പോൾ 1.5 കിട്ടും. ഇനി സെല്ലുകളുടെ എണ്ണം 3 ആക്കുകയാണെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 4.5 ആയിരിക്കും. അങ്ങനെയെങ്കിൽ കറണ്ട് എത്രയായിരിക്കും? 3 വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ V/I എങ്ങനെ ചെയ്യാം? 4.5നെ 3 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1.5 എന്ന് കിട്ടും. ഇനി നമുക്ക് 4 സെല്ലുകളുടെ എണ്ണം 4, വോൾട്ടേജ് എന്ന് പറയുന്നത് 6, അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 4 V/I ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. അപ്പോൾ നോക്കി ഇവിടെ V/I എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് സെയിം അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ വോൾട്ട്മീറ്റർ റീഡിങ്ങിൽ, അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സെല്ലുകളുടെ എണ്ണം കൂടാണ്. ഇതാണ് സെല്ലുകളുടെ എണ്ണം കൂടാണ്. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ത് സംഭവിച്ചിരിക്കുന്നു? കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി കറന്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്ത് മാറ്റം നിരീക്ഷിക്കണം? കറണ്ട് എന്ന് വെച്ചാൽ അമ്മീറ്റർ റീഡിങ് കറണ്ട് കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്ത് സംഭവിച്ചു? കൂടിയല്ലോ, കൂടിയില്ലേ? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയിട്ടുണ്ട്, കറണ്ടും കൂടി വരുന്നുണ്ട്, സെല്ലുകളുടെ എണ്ണം കൂടി വന്നു, വോൾട്ടേജ് കൂടി വന്നു, കറണ്ടും കൂടി വന്നു. V/I മൂല്യം ഏകദേശം തുല്യമല്ലേ? അതേലോ അല്ലേ? 1.5 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നു എന്നും അതുപോലെ തന്നെ V/I എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണ് എന്നും നമുക്ക് പറയാം അല്ലേ? കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് കൂടുന്നുണ്ട്? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നുണ്ട് അല്ലേ? കറണ്ട് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന V/I എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണെന്ന് പറയാം. V/I എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വരാം? കറണ്ട് കൂടുമ്പോൾ, അതായത് ഐയിലെ കറണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നു. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം V എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയാം. ഈ ഒരു ചിഹ്നമുണ്ട് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നേരനുപാതത്തിലാണെന്ന് പറയില്ലേ? അതായത് V എന്ന് പറയുന്നത് വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് കറണ്ടിന് നേരനുപാതത്തിലാണ് എന്ന് നമുക്ക് പറയാം. എന്നിട്ട് നമുക്കവിടെ ഈ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് മാറ്റേണ്ടത് ഈക്വലിറ്റി ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരാണ് ചെയ്യുക സാധാരണയായിട്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? V = ഒരു സ്ഥിരസംഖ്യ, അല്ലെങ്കിൽ നമുക്ക് K എന്നിട്ട് കൊടുത്താലോ? K × I എന്നിട്ട് കൊടുക്കുക അല്ലേ? K എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണ്. ഒരു സ്ഥിരസംഖ്യയാണ്, നമ്മൾ വെറുതെ ഒരു ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? V/I = ഒരു സ്ഥിരസംഖ്യയാണെന്ന് പറയാം അല്ലേ? V/I എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണെന്ന് പറയാം. അതായത് ഈ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് സർക്യൂട്ടിലെ പ്രതിരോധത്തിന് തുല്യമാണ്. ഓക്കെ, ഈ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്, അതായത് നമ്മളോട് ഒരു സ്ഥിരസംഖ്യ കൊടുത്തല്ലോ, നമ്മൾ ജസ്റ്റ് വെറുതെ K എന്നിട്ട് കൊടുത്തു അല്ലേ? അപ്പോൾ ഈ K എന്ന് പറയുന്നത് R ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ സ്ഥിരസംഖ്യ, അതായത് V/I എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? പ്രതിരോധത്തിന് തുല്യമാണ്. അതായത് നമുക്ക് എന്ത് പറയാം? V/I = R എന്ന് പറയാം, അല്ലെങ്കിൽ R = V/I എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ K എന്ന് ഇട്ട് കൊടുക്കേണ്ട, ഒരു കൺഫ്യൂഷൻ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരസംഖ്യയാണെന്ന് എഴുതിക്കോ. ഇവിടെ ഒരു സ്ഥിരസംഖ്യയാണെന്ന് എഴുതാം. ഈ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെ, പ്രതിരോധമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? R = V/I എന്ന് എഴുതാം. R = V/I എന്ന് എഴുതാം. ഇക്വേഷൻ പഠിക്കുക. I = V/R എന്ന് എഴുതാം. അതുപോലെ തന്നെ R = V/I എന്ന് എഴുതാം. പിന്നെ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, I = ചാർജുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഉണ്ടായിരുന്നു. I = Q/T ആണ്. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ചാലകത്തിന്റെ സവിശേഷതയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രതിരോധം എന്ന് വെച്ചാൽ? ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാൻ ഉള്ള ചാലകത്തിന്റെ സവിശേഷതയാണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം, അതായത് Vയിലെ, അതുപോലെ തന്നെ കറണ്ട് Iയിലെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ്. അത് കാരണം ഓം ലോ എന്ന് പറയുന്ന പേര് വന്നില്ലേ? ഓംസ് ലോ എന്ന് പറയുന്ന പേര് വന്നില്ല. താപനില വ്യത്യാസപ്പെടുത്തുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ പ്രതിരോധവും വ്യത്യാസപ്പെടുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. നമ്മൾ നേരത്തെ കണ്ട ടേബിളിൽ പറഞ്ഞു, താപനില കൂടുകയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിലെ പ്രതിരോധം കൂടും. ആ ടേബിളിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് മൂലം പറയുന്ന പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് എന്ത് വരുന്നത്?
താപനില വ്യത്യാസം, അതായത് താപനില കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധം കൂടും, അല്ലെങ്കിൽ താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സർക്യൂട്ടിൽ പ്രതിരോധം വ്യത്യാസപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് ഓം നിയമം പഠിക്കാം. എന്താണ്? താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. എന്താ പറയുന്നത്? താപനില സ്ഥിരമാണെന്നുണ്ടെങ്കിൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് എന്ന് പറയുന്നത് അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലാണെന്ന് പറയാം. ഇതിനെയാണ് ഓം നിയമം എന്ന് പറയുന്നത്. ഓം നിയമം എന്ന് വെച്ചാൽ എന്താണ്? താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് എന്ന് പറയുന്നത് അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലാണ്. I is equal to V/R. പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്തി R is equal to V/I ആണെന്ന്. അപ്പോൾ പ്രതിരോധത്തിന് യൂണിറ്റ് എന്താണ്? R is equal to V/I ആണ്. V എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പോരെ? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടാണ് അല്ലേ? വോൾട്ടാണ്. ഇനി കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ് അല്ലേ? കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താം? വോൾട്ട് ബൈ ആംബിയർ എന്ന് എഴുതാം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ബൈ ആംബിയർ എന്നും എഴുതാം, അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? ഓം എന്നും എഴുതാം. അപ്പോൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം എന്ന് എഴുതാം, വോൾട്ട് ബൈ ആംബിയർ എന്ന് എഴുതാം. വോൾട്ട് ബൈ ആംബിയർ തന്നെയാണ് ഓം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? I is equal to V/R ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് R is equal to അല്ലേ? R is equal to V/I ആണെന്ന് പറയാം. R is equal to V/I ആണെന്ന് പറയാം. അതായത് R എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് അല്ലേ? പ്രതിരോധത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് നേർ അനുപാതത്തിലാണെന്ന് നമുക്ക് പറയാം. അല്ലേ? അതുപോലെ തന്നെ V പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് നമ്മൾ പറഞ്ഞു. V പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് കറണ്ടിന് നേരനുപാതത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് കറണ്ടിന് നേരനുപാതത്തിലാണ്. അതായത് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടി വന്നിട്ടുണ്ട്. അതാണ് നേരനുപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ I എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയാം അല്ലേ? കറണ്ട് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടുന്നുണ്ട്, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നുണ്ട്. അതാണ് നമ്മൾ ആ ഇക്വേഷൻ എന്ത് എഴുതിയിട്ടുള്ളത്? I is equal to V/R എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ആരാണ് ജോർജ് സൈമൺ ഓം ആരാണ്? അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം എന്ന് പറയുന്നത് പഴയ റോമാണ്. അതിപ്പോഴത്തെ ജർമ്മനിയാണ്. ജീവിതകാലം 1789 മുതൽ 1754 വരെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഭൗതിക ശാസ്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകളാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷണങ്ങൾ നടത്തി, പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ടും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടൊരു നിയമം ആവിഷ്കരിച്ചു, അതായത് ഓംസ് ലോ. എർലാൻഡൻ സർവകലാശാലയിൽ അധ്യാപകനാണ്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റായ ഓം ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നൽകപ്പെട്ടതാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗ എന്ന് പറയുന്നതാണ് ഓം എന്നത് കൊണ്ട്, അതായത് ഓം എന്ന് പറയുന്ന പ്രതീകം വന്നിരിക്കുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗ എന്ന് പറയുന്ന ഇതിലൂടെയാണ്. ഇതുപോലെ തന്നെ ഉയർന്ന യൂണിറ്റുകളാണ് കിലോ ഓം, മെഗാ ഓം എന്നൊക്കെ പറയുന്നത് കേട്ടോ. മെഗാ ഓം, അതായത് ഒരു കിലോ ഓം എന്ന് വെച്ചാൽ എന്താണ്? 1000 ഓം ആണ്. ഒരു മെഗാ ഓം എന്ന് വെച്ചാൽ എന്താണ്? 1000 കിലോ ഓം ആണ് എന്നും പഠിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഒരു കിലോ ഓം എന്ന് വെച്ചാൽ 10⁻³ ഓം ആണ്. 1 മെഗാ ഓം എന്ന് വെച്ചാലോ 10�6 ഓം ആണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിലുണ്ടാകുന്ന കൂട്ടിമുട്ടലുകളാണ് പ്രതിരോധത്തിന് കാരണം. പ്രതിരോധത്തിന് കാരണം എന്താണ്? ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ചാലകത്തിലെ ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോഴാണ് അവിടെ പ്രതിരോധം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പ്രതിരോധം കൂടുമ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിന് എന്ത് സംഭവിക്കുന്നു? പ്രതിരോധം കൂടാമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
സർക്യൂട്ടിലൂടെ പോകുന്ന കറൻറ്റിന് എന്ത് സംഭവിക്കും? കുറയാണ് ചെയ്യുന്നത് അല്ലേ കുറയില്ലേ ചെയ്യാൻ നോക്കി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? R=V/I എന്നാണ്. അപ്പോൾ R എന്ന് പറയുന്നത് പ്രതിരോധമാണ്. പ്രതിരോധം കൂടാണെന്നുണ്ടെങ്കിൽ I എന്ത് ചെയ്യുന്നു? കുറയാണ് ചെയ്യുന്നത് I കുറയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ അല്ലേ? പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഓം എന്നാണ് അല്ലേ? ഓം എന്നാണ് പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം എന്നാണ്. ഓം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക 7-8 പൂർത്തിയാക്കി ഒരു ഗ്രാഫ് വരയ്ക്കുക. വോൾട്ടേജ് Y അക്ഷത്തിലും കറണ്ട് X അക്ഷത്തിലും രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് V എന്ന് പറയുന്നത് എത്ര തന്നിട്ടുള്ളത്? 9 തന്നിട്ടുണ്ട്. I എന്ന് പറയുന്നത് കറണ്ട് 1 തന്നിട്ടുണ്ട്. അപ്പോൾ R എത്രയായിരിക്കും? R=V/ അല്ലേ? R എന്താണ്? V/I ആണ് അല്ലേ? അപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ 9/1 അല്ലേ? 9/1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ് വരാം. ഇനിയും V എന്ന് പറയുന്നത് എത്രയാണ്? 3V ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ I എന്ന് R തന്നിട്ടുണ്ട് അല്ലേ? R തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? R=V/I ആണ് അല്ലേ? R=V/I ആണ്. അപ്പോൾ I എന്താണ് വരിക? V/R എന്ന് വരും. അപ്പോൾ 6/3 ചെയ്യുമ്പോൾ എത്ര വരും? 2 എന്ന് വരും അല്ലേ? 6/3 ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഇനി നമുക്ക് Iയും Rഉം തന്നിട്ടുണ്ട്. V കണ്ടുപിടിക്കണം. അപ്പോൾ V എന്താണ്? IR ആണ്. അതായത് 2×3 6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? വോൾട്ടേജ് Y അക്ഷത്തിൽ അല്ലേ? വോൾട്ടേജ് Y അക്ഷത്തിലും കറണ്ട് X അക്ഷത്തിലും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കറണ്ട് വാല്യൂസ് 1, 2, 2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിൽ അങ്ങനെ വരച്ച് ചേർത്താനായിട്ട് നോക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രതിരോധകം, റെസിസ്റ്റർ. എന്താണ് പ്രതിരോധകം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് പ്രതിരോധകം അഥവാ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്, പ്രതിരോധകത്തിൻ്റെ പ്രതീകം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കി. ഇതാണ് പ്രതിരോധകത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചതുരം വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രതിരോധകമാണ്. അപ്പം പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ. ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കുന്നതിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം കറണ്ടൊക്കെ അളക്കാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ. ഇതുപയോഗിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം കറണ്ടൊക്കെ അളക്കാവുന്നതാണ്. ഇനി എന്താണ് റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്? നോക്കിയേ. വിപണിയിൽ പല മൂല്യങ്ങളിലുള്ള റെസിസ്റ്ററുകൾ ലഭ്യമാണ്. നോക്കിയേ, അതൊക്കെയാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള റെസിസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. റെസിസ്റ്ററിൽ അവയുടെ മൂല്യം രേഖപ്പെടുത്തുകയോ കളർ കോഡുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം ഹീറ്റർ ഓഫാക്കിയ ഉടനെയും തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്? വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം അളക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റർ ഓൺ ആക്കിയിട്ടും ഓഫ് ആക്കിയിട്ടും നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലാണ് പ്രതിരോധം കൂടുതലുണ്ടായിരിക്കാം? താപനില കൂടുമ്പോൾ, അതായത് ഹീറ്റർ ഓണാക്കിയ സമയത്തായിരിക്കും അല്ലേ? ഹീറ്റർ ഓണാക്കിയ സമയത്തായിരിക്കും അവിടെ പ്രതിരോധം കൂടുതലായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓഫാക്കിയിട്ട് അല്ലേ എന്താ പറയുന്നത്? ഹീറ്റർ ഓഫാക്കിയ ഉടനെയും തണുത്ത ശേഷവുമാണ് പറയുന്നത്. അപ്പോൾ ഓഫാക്കിയ ഉടനെ അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും പ്രതിരോധവും കൂടുതലായിട്ടുണ്ടായിരിക്കുക. താപനില കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രതിരോധവും കുറയും. അപ്പോൾ ഏതൊക്കെയാണ് പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്? പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് താപനിലയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്നിട്ട് ചിത്രം 7.2.5 മൾട്ടിമീറ്ററിൻ്റെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ.
ചിത്രം 7.2 നോക്കാം. അവിടെ ഒരു സർക്യൂട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 7.2 കാണുന്നത് പോലെ ഒരു സർക്യൂട്ട് ക്രമീകരിച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 40 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോ കമ്പിയാണ് CD എന്ന് പറയുന്നത്. CD എന്ന് വെച്ചാൽ ഇതാണ് 40 സെൻറ്റിമീറ്റർ ആണ് നീളം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ CD-യുടെ അതേ വണ്ണവും ഇരട്ടിയാണ്. EF എന്ന് പറയുന്നതും GH എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. നിക്രോ കമ്പിയുടെ മധ്യഭാഗത്തുള്ള ബിന്ദു ഇതാണ് M ആണ് അല്ലേ. മധ്യഭാഗത്തുള്ള ബിന്ദു ചോദിക്കുകയാണെങ്കിൽ ഇതാണ് M ആണ്. അപ്പോൾ അങ്ങനെ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച ചാലകത്തിൻ്റെ J എന്ന സ്വതന്ത്ര അഗ്രം MD FH എന്നീ ബിന്ദുക്കളിൽ മാറി മാറി സ്പർശിക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഇതാണ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച് ചാലകത്തിൻ്റെ J എന്ന് പറയുന്ന അഗ്രം. J എന്ന് പറയുന്ന ഇതാണ്. J എന്ന് പറയുന്ന അഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ J എന്ന് പറയുന്ന അഗ്രം ഈ MD FH എന്ന് പറയുന്ന ബിന്ദുക്കളുണ്ടല്ലോ അവിടെ മാറി മാറി സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൾബിൻ്റെ പ്രകാശ തീവ്രതയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവോ, അമ്മീറ്റർ റീഡിങ്ങിൽ വല്ല വ്യത്യാസം ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം എത്രയാണ് അമ്മീറ്റർ റീഡിങ് എന്നൊക്കെ വരുന്നതെന്നുള്ളത് നോക്കി നമ്മൾ പരീക്ഷണം ചെയ്തിട്ട് എഴുതേണ്ട കാര്യമാണ്. ചാലകത്തിന് നീളം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചാലകം നിർമ്മിച്ച പദാർത്ഥമൊക്കെ നിക്രോമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. H ആണെന്നുണ്ടെങ്കിൽ കോപ്പറാണെന്ന് നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. H ആണെന്നുണ്ടെങ്കിൽ അത് കോപ്പറാണ് എന്നും നമുക്ക് തന്നിട്ടുള്ളതിൽ പറയുന്നുണ്ട്. അപ്പോൾ അമ്മീറ്റർ റീഡിങ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എമ്മിലാണെന്നുണ്ടെങ്കിൽ 0.5 ആയിരിക്കും അമ്മീറ്റർ റീഡിങ് എന്ന് പറയുന്നത്. 40 ആണെന്നുണ്ടെങ്കിൽ ഡിയിലാണെങ്കിൽ 0.25 ആയിരിക്കും. പിന്നെ F-ലാണെന്നുണ്ടെങ്കിൽ 0.5 ആയിരിക്കും. കോപ്പർ ആണെങ്കിൽ 0.75 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി കോപ്പർ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്. കോപ്പർ ഉപയോഗിച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോപ്പർ എത്തിയപ്പോൾ കൂടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അമ്മീറ്റർ റീഡിങ് കൂടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും 3 വോൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നതാണ് സെയിം ആണ് അല്ലേ. സെയിം ആണ്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്, ഓം നിയമം അനുസരിച്ച് V=IR ആണ്. V=IR ആണ്. അപ്പോൾ അമ്മീറ്റർ റീഡിങ്ങിൽ വ്യത്യാസം വന്നപ്പോൾ എന്താണ് ചാലകത്തിൻ്റെ പ്രതിരോധത്തിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. V=IR ആണെങ്കിൽ എന്താണ് കറൻറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. അമ്മീറ്റർ റീഡിങ് ഏറ്റവും കുറവ് ഏത് സന്ദർഭത്തിലാണ്. നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ 0.25 വന്നിരിക്കുന്നത് D എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. അവിടെ പ്രതിരോധം കൂടുതലാണ്, പ്രതിരോധം കുറവാണ് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് എന്താണ് കറൻറ്റ് കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. കറൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പ്രതിരോധം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ. എന്താണ് R = V/I ആണ് അല്ലേ. അപ്പോൾ R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. ഇത് R കൂടാണെങ്കിൽ I കുറയും, I കുറയുകയാണെങ്കിൽ R കൂടും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ പ്രതിരോധം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവിടെ കറൻറ്റ് കുറവാണ്. ഒരേ ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു. ഒരേ ചാലകത്തിൻ്റെ നീളം കൂടാന്ന് വിചാരിക്കൂ. നീളം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നോക്കി നീളം കൂടുതൽ ഇപ്പോൾ 20 ആയിരുന്നു. 20-ൽ നിന്നും 40 ആയപ്പോൾ കറൻറ്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, കറൻറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. 5-ൽ നിന്നും 0.25 ആയിട്ട് കുറഞ്ഞു അല്ലേ. ചാലകത്തിന് നീളം കൂടി 20-ൽ നിന്ന് 40 ആയി. 20-ൽ നിന്ന് 40 ആയപ്പോൾ കറൻറ്റ് നോക്കിയപ്പോൾ എത്രയാണ്, 0.5-ൽ നിന്നും 0.25 ആയിട്ട് കുറയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നീളം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രതിരോധം കറൻറ്റ് എന്ന് പറയുന്നത് കുറയുന്നുണ്ട്. കറൻറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധം എന്ത് സംഭവിക്കും, കൂടും അല്ലേ. കറൻറ്റ് കുറയുകയാണെങ്കിൽ പ്രതിരോധം കൂടും. അപ്പോൾ എന്താണ് വണ്ണം, ഒരു ചാലകത്തിന് നീളം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് കുറയും, അതുപോലെ തന്നെ പ്രതിരോധം കൂടും. ഇനി ഒരേ ചാലകത്തിൻ്റെ വണ്ണം കൂടുകയാണെങ്കിൽ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കും, പ്രതിരോധം കുറയും. പ്രതിരോധം എന്ത് സംഭവിക്കും, കുറയും. പ്രതിരോധം കുറയും. വണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധം കുറയുന്നു. ഒരേ നീളവും വണ്ണമുള്ള നിക്രോം, കോപ്പർ എന്നിവയിൽ പ്രതിരോധം കൂടുതൽ ഏതിനായിരിക്കും കൂടുതൽ പ്രതിരോധം ഉണ്ടായിരിക്കാം. പ്രതിരോധം കൂടുതൽ ഉണ്ടായിരിക്കും ഏതിനായിരിക്കും, കോപ്പറിനായിരിക്കും നിക്രോമിനാണ് കൂടുതലായിട്ട് പ്രതിരോധം ഉണ്ടായിരിക്കാം. നിക്രോമിനാണ് പ്രതിരോധം കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം.
കാരണം എന്താണ്, അവിടെ കറണ്ട് കുറയാണ്, അപ്പോൾ പ്രതിരോധം കൂടുതലാണ് അല്ലേ. നമ്മൾ നിക്കലും കോപ്പറും എടുത്ത് നോക്കിയേ. ഇപ്പോൾ ഈ ഒരു ഇതും രണ്ടും കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ കോപ്പറിന് എന്താണ് കറണ്ട് അപ്പോൾ നിക്രോമിനാണെന്നുണ്ടെങ്കിൽ 0.5 ആണ്, കോപ്പറിനാണെങ്കിൽ 0.75 ആണ്. അപ്പോൾ അവിടെ കറണ്ട് കൂടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, കറണ്ട് കൂടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രതിരോധം കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കറണ്ട് കുറഞ്ഞിട്ടുള്ളതിനായിരിക്കും പ്രതിരോധം കൂടുതലായിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ 0.5 എന്ന് പറയുന്നതിന് എന്താണ്, 0.5 എന്ന് പറയുന്നത് കറണ്ട് കുറവാണെങ്കിൽ പ്രതിരോധം കൂടുതലായിരിക്കും. നെക്സ്റ്റ്, ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് എഴുതി നോക്കൂ. ഏതൊക്കെയായിരിക്കും? ചാലകത്തിൻ്റെ സ്വഭാവം അല്ലേ, ചാലകത്തിൻ്റെ സ്വഭാവം, നീളം, വണ്ണം, താപനില എന്നിവയൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നതാണ്? പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നീളം കൂടുമ്പോൾ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം വർദ്ധിക്കുന്നുവെന്നും വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു എന്നും മനസ്സിലായല്ലോ. കൂടാതെ വിവിധ പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത പ്രതിരോധവും ആയിരിക്കും. ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലുമിനിയം, സിൽവർ എന്നിവ കൊണ്ട് നിർമ്മിച്ച കമ്പികൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്രോമിനും ടങ്സ്റ്റണിനായിരിക്കും ഉയർന്ന പ്രതിരോധം ഉണ്ടായിരിക്കുക. അലുമിനിയം, കോപ്പർ എന്നിവയ്ക്ക് പ്രതിരോധം വളരെ കുറവാണ്. സിൽവർ ആണെങ്കിലോ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സിൽവറാണ്. പ്രതിരോധം കുറഞ്ഞ ലോഹം ചോദിക്കുകയാണെങ്കിൽ സിൽവറാണ്. നിക്രോമും അതുപോലെ തന്നെ ടങ്സ്റ്റൺ ആണ് ഉയർന്ന പ്രതിരോധം ഉണ്ടായിരിക്കുക. അത് കാരണമാണ് ഫിലമെൻറ്റ് ബൾബുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നിക്രോം അല്ലെങ്കിൽ എന്താണ് ടങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. കാരണം എന്താണ്, അവിടെ ഉയർന്ന പ്രതിരോധം ഉള്ള കാരണമാണ്. അലുമിനിയത്തിനും കോപ്പറിനും എന്താണ് പ്രതിരോധം കുറവാണ്. ഒരു ചാലകത്തിൻ്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധവും വർദ്ധിക്കുന്നു. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കൂൾ ലാബുകളിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കറണ്ടിൽ മാറ്റം വരുത്തുവാൻ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. കറണ്ടിൽ മാറ്റം വരുത്തുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത് റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇനി അതിചാലകത എന്ന് വെച്ചാൽ എന്താണ്? വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളും വൈദ്യുത പ്രതിരോധം തീരെ ഇല്ലാത്ത അവസ്ഥ പ്രകടിപ്പിക്കാറുണ്ടെന്ന് 1911 കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പദാർത്ഥങ്ങളെയാണ് അതിചാലകങ്ങൾ എന്ന് പറയുന്നത്. അതിചാലകങ്ങളിലൂടെ ഊർജ്ജനഷ്ടമില്ലാതെ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്നു. അപ്പോൾ അതിചാലകത എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളൊക്കെ എന്താണ് വൈദ്യുത പ്രതിരോധം തീരെ ഇല്ലാത്ത അവസ്ഥ പ്രകടിപ്പിക്കാറുണ്ട്. ഈ വൈദ്യുത പ്രവാഹം തീരെ ഇല്ലാതെയുള്ള ഒരു അവസ്ഥയെയാണെന്ന് പറയുന്നത് അതിചാലകത എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ചിത്രം 726 റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ എയും ബിയും ഉണ്ട് അല്ലേ. എയും ബിയും ഇതെന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആയിട്ടുള്ള പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുരുളാണ്. ഇനി ഡി സി ആണെങ്കിലോ ഡിയും സിയും ഇതെന്ന് പറയുന്നത് എന്താണ്? ഡി സി പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹദണ്ഡാണ്. അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുരുളാണ്. നോക്കിക്കുക, പ്രതിരോധം കൂടിയ കമ്പിച്ചുരുളാണ്. ഇനി ഡി സി എന്ന് പറയുന്നത് പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹദണ്ഡാണ്. എസ് എന്ന് പറയുന്നത് സംപർക്കകമാണ്. അവിടുത്തെ എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പിച്ചുരുളിലൂടെ കടന്ന് എസ് വഴി സി എന്ന അഗ്രത്തിൽ എത്തുന്നു. എയിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എന്താണ്? ഇങ്ങനെ വൈദ്യുതി എന്ന് പറയുന്നത് കമ്പിച്ചുരുളിലൂടെ കടന്നിട്ടില്ലേ, കമ്പിച്ചുരുളിലൂടെ പോയിട്ട് എങ്ങോട്ടേക്ക് എത്താണ്? എസ്സിലേക്ക് എത്താണ്. എസ് ലോഹദണ്ഡിലേക്ക് എത്താണ്. എസ് ലോഹദണ്ഡിൽ വഴി എന്നാണ് എസ് ലോഹദണ്ഡിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യും? എസ് ലോഹദണ്ഡിൻ്റെ ഡി മുതൽ സി വരെ എത്തിക്കും അല്ലേ. എസ് ലോഹദണ്ഡിൻ്റെ ഡി മുതൽ സി വരെ എത്തിക്കും. ഇങ്ങനെ ആദ്യം സി എന്ന അഗ്രത്തിലേക്ക് എത്തും. അതിനുശേഷം ആണ് എന്ത് സംഭവിക്കുന്നത്? ഡിയിൽ നിന്ന് സിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി ഇവിടെ നിന്നുള്ള വൈദ്യുതി പ്രവഹിക്കുകയാണ്. അത് കമ്പിച്ചുരുളിലൂടെ കടന്നിട്ട് എസ് വഴിയാണ് സി അഗ്രത്തിലേക്ക് എത്തുന്നത് അല്ലേ. സി അഗ്രത്തിലേക്ക് എത്തുന്നത് എസ് വഴിയാണ് സി അഗ്രത്തിലേക്ക് എത്തുന്നത്. എന്നിട്ട് ഈ സമ്പർക്കകം എന്ത് ചെയ്യും? ഈ എസ് ലോഹദണ്ഡിൻ്റെ ഡി മുതൽ സി വരെ നീക്കുന്നതിനനുസരിച്ച് ഡി മുതൽ സി ഇങ്ങനെ നീക്കുകയാണ് ചെയ്യുക. അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിൻ്റെ നീളവും വ്യത്യാസപ്പെടും. ഇതുമൂലം സർക്യൂട്ടിലെ പ്രതിരോധവും അതുവഴി കറണ്ടും ആവശ്യാനുസരണം മാറ്റുവാനായിട്ട് സാധിക്കുന്നു. ഇത്രയും പഠിച്ചിരിക്കുക. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇതിനാണ് ഉപയോഗിക്കുന്നത്. കറണ്ടൊക്കെ നമുക്ക് ആവശ്യാനുസരണം മാറ്റുന്നതിനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ,
ഒരു റിയോസ്റ്റാറ്റിൽ പ്രതിരോധ കമ്പിയുടെ 100 ചുറ്റുകളാണുള്ളത്. ഒരു ചുറ്റിൻ്റെ പ്രതിരോധം 0.15 ഓം ആണ്. എങ്കിൽ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രതിരോധത്തിൻ്റെ മൂല്യം താഴെ കൊടുത്തതിൽ ഏതാണ്? ഉത്തരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് 0 മുതൽ പരമാവധി ഏത് മൂല്യം പ്രതിരോധവും ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല, ഇല്ലേ? സാധിക്കില്ല. കാരണം നമുക്ക് നേരത്തെ കണ്ട പിക്ചറിൽ നോക്കിയേ, ഇവിടെ ഈ പിക്ചറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു രേഖാചിത്രം, ഇത് എന്ന് പറയുന്നത് ഒരു രേഖാചിത്രം ഉണ്ടോ. ഇതിൽ റിയോസ്റ്റാറ്റിൽ നാം സമ്പർക്കങ്ങൾ നിരക്കി നീക്കുമ്പോൾ സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത് ഒരു കോയിലുണ്ട്, 2 കോയിലുകൾ, 3 കോയിലുകൾ, 4 കോയിലുകൾ തുടങ്ങിയവയാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. അതായത് റിയോസ്റ്റാറ്റ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ നീക്കാമെന്ന് പറഞ്ഞു അല്ലേ, സിയിലേക്കും ഡിയിലേക്കും ഒക്കെ മാറ്റാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള പ്രതിരോധം മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഗുണിതങ്ങൾ, അതായത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.5 ഓം ആണെങ്കിൽ ഈ 0.15ൻ്റെ ഗുണിതം 0.15ൻ്റെ ഗുണിതങ്ങളാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 0.15ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് ഇതാണ്, ഇതിൽ 4 ഓം ആണ് അല്ലേ, 4 ഓം ആണ് 0.15ൻ്റെ ഗുണിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമാണ് അവിടെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? 0.15ൻ്റെ ഗുണിതങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം എന്താണ് നമ്മൾ പറഞ്ഞത്, ഇവിടെ നമുക്ക് 1 കോയില്, 2 കോയില്, 3 കോയില്, 4 കോയില് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3 ഗുണിതങ്ങളാണ് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി പ്രതിരോധകങ്ങളുടെ ക്രമീകരണം. സർക്യൂട്ടുകളിൽ 3 വോൾട്ട് ബാറ്ററി, സ്വിച്ചുകൾ, 3 വോൾട്ട് ബൾബുകൾ എന്നിവ ഉപയോഗിച്ച് താഴെ കൊടുത്ത രീതിയിൽ 2 സർക്യൂട്ട് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കി 2 സർക്യൂട്ട് കണ്ടു അല്ലേ. 2 സർക്യൂട്ടുകളിലെയും S1ഉം S2ഉം ഓൺ ആക്കുക. അതായത് ഈ സ്വിച്ച് ഓൺ ആക്കുക, ഈ S1 ഓൺ ആക്കുക, S2 ഓൺ ആക്കുക. ഇപ്പുറത്തെ സർക്യൂട്ടിലും S1 ഓൺ ആക്കുക, S2 ഓൺ ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചിട്ടുണ്ടായിരിക്കും ഏതായിരിക്കും? ചിത്രം 728Bയിലായിരിക്കും പ്രകാശിച്ചിട്ടുണ്ടായിരിക്കാം. ബി ചിത്രമായിരിക്കും. 2 സർക്യൂട്ടുകളെയും S1 എന്ന സ്വിച്ച് മാത്രം ഓൺ ചെയ്താൽ എന്താണ് നിരീക്ഷിക്കാം? S1 മാത്രം അല്ലേ, S1 മാത്രം, ഇത് മാത്രമാണ് ഓൺ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ബൾബ് പ്രകാശിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ S1 ഓൺ ചെയ്യാണ്, അതായത് ഈ 728Bയിലില്ലേ, ബിയിൽ S1 ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൾബ് പ്രകാശിക്കും. ഓക്കെ, ഇവിടെ ബൾബ് പ്രകാശിക്കില്ല, ഇവിടെ ബൾബ് പ്രകാശിക്കുന്നും കാണാനായിട്ട് പറ്റും. 2 സർക്യൂട്ടുകളിലെയും എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്താൽ ചിത്രം 728Bയിലെ ബൾബുകൾ താരതമ്യേന കൂടുതൽ ശോഭയോടെ പ്രകാശിക്കാൻ കാരണമെന്താണ്? അപ്പോൾ ഈ 2 സർക്യൂട്ടിലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്, പക്ഷേ കൂടുതൽ ശോഭയോടെ നന്നായിട്ട് പ്രകാശിക്കാനായിട്ട് പറ്റുന്നത് ബി ചിത്രമാണ്. എന്തുകൊണ്ടായിരിക്കും? ബൾബുകൾക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലും കറണ്ടിലുമുള്ള വ്യത്യാസമാണ് പ്രകാശ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. ബൾബുകൾക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലും കറണ്ടിലുമുള്ള വ്യത്യാസം അല്ലേ. ഇപ്പം ചിത്രം 728Aയിൽ സൂചിപ്പിച്ചിട്ടുള്ള പോലെ, അതായത് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതാണ്, ശ്രേണി രീതിയാണ്. ഇത് ശ്രേണി രീതിയും ഇത് സമാന്തര രീതിയുമാണ് അല്ലേ, സമാന്തര രീതിയിലുമാണ് ഇവിടെ ബൾബുകൾ വച്ചിരിക്കുന്നത്. നോക്കി സമാന്തര രീതിയിലാണ്. ശ്രേണി രീതിയിലോ സമാന്തര രീതിയിലോ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധത്തിന് വ്യത്യാസം വരുന്നുണ്ടോ? ബൾബുകൾക്ക് പകരം പ്രതിരോധങ്ങൾ ഘടിപ്പിച്ച സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ശ്രേണി രീതിയുടെയും സമാന്തര രീതിയുടെയും കൂടുതൽ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നമുക്കിതിൽ നിന്ന് മനസ്സിലായി എന്താണ്, സമാന്തര രീതിയിലാണ് വെച്ചപ്പോഴാണ് കൂടുതലായിട്ട് ബൾബ് നന്നായിട്ട് പ്രകാശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് ശ്രേണി രീതി പഠിക്കാം. എന്താണ് സഫല പ്രതിരോധം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയ ഒന്നിലധികം പ്രതിരോധകങ്ങളുടെ ഫലം ഉളവാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധകത്തിൻ്റെ പ്രതിരോധത്തെയാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. സഫല പ്രതിരോധം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയ ഒന്നിലധികം പ്രതിരോധകങ്ങളുടെ ഫലം ഉളവാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധകത്തിൻ്റെ പ്രതിരോധത്തെയാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഒന്നിലധികം പ്രതിരോധങ്ങളുടെ ഫലം ഉളവാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധകത്തിൻ്റെ പ്രതിരോധത്തെയാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഇനി ശ്രേണി രീതിയും സമാന്തര രീതിയും നോക്കാം നമുക്ക്. ശ്രേണി രീതിയാണെന്നുണ്ടെങ്കിൽ നോക്കിയതെന്ന് പറയുന്നത് ശ്രേണി രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് നോക്കിയ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുക.
ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് V1 V2 എന്നിങ്ങനെയായിട്ട് വിഭജിക്കപ്പെടും. V1 + V2 ആയിട്ട് വിഭജിക്കപ്പെടും. ഓം നിയമം അനുസരിച്ച് V = IR ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? V = I × R1 എന്ന് എഴുതാം അല്ലേ. V2 എന്ന് പറയുന്നത് I × R2 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് V എന്ന് പറയുന്നത് IR1 എന്നിട്ട് കൊടുത്തു, V2 ആണെന്നുണ്ടെങ്കിൽ IR2 എന്നിട്ട് കൊടുത്തു. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നത് R = R1 + R2 എന്ന് പറയുന്നതാണ്. R1 = R1 + R2 ആണ്. ശ്രേണി രീതിയിലുള്ള പ്രതിരോധം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്നാണ് R R1 + R2 എന്നാണ്. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നു. ശ്രേണി രീതിയിലാണെന്നുണ്ടെങ്കിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടും. അപ്പോൾ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോൾ പ്രതിരോധങ്ങളുടെ ആകെ തുകയായിരിക്കും സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ശ്രേണി രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രേണി രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനൊപ്പം ശ്രേണി രീതി എന്ന് മാത്രം പറഞ്ഞു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോൾ പ്രതിരോധങ്ങളുടെ ആകെ തുകയാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഇനി 6 ഓം എന്ന് പറയുന്നത് പ്രതിരോധമാണെങ്കിൽ N പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് NR ആയിരിക്കും. ഇൻറ്റു ചെയ്യുക അല്ലേ. NR എന്ന് പറയുന്നതാണ് അവിടുത്തെ സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ടോട്ടൽ തുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുമ്പോൾ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കും? എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോൾ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലായിരിക്കും. ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഒരേ മൂല്യമുള്ള പ്രതിരോധകമാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം? തുല്യമായിരിക്കും അല്ലേ. തുല്യമായിരിക്കും. ഒരേ മൂലകങ്ങളുള്ള പ്രതിരോധകങ്ങളാണെന്നെങ്കിൽ തുല്യമായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 8 ഓമും 4 ഓം എന്നീ രണ്ട് പ്രതിരോധകങ്ങളും 6V ബാറ്ററിയും അല്ലെ 6 വോൾട്ട് ബാറ്ററിയും തന്നിട്ടുണ്ട്. ഇവയെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം? 2 പ്രതിരോധമുണ്ട്, ശ്രേണി രീതിയാണ് അല്ലേ. ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ ഒരു സ്വിച്ച് ഉണ്ട് അല്ലേ. ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ. സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. സ്വിച്ച് ക്ലോസ്ഡ് ആണ്ടോ. ഇത് പിന്നെ ഇവിടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇവിടെ 4 ഓം ഉണ്ട്, ഇവിടെ 6 ഓം ഉണ്ട്. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. സഫല പ്രതിരോധം എങ്ങനെയാണ്? ശ്രേണി രീതിയാണെങ്കിൽ R = R1 + R2 ആണ്. R1 + R2 ആണെന്നുണ്ടെങ്കിൽ 8 + 4 അല്ലേ. 8 + 4 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 12 ആണ് കിട്ടിയത് അല്ലേ. സഫല പ്രതിരോധം എന്ന് പറയുന്നത് 12 കിട്ടി. ഇനി കറണ്ട് എത്രയാണെന്ന് കണക്കാക്കുക. കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? I = V/R ആണ്. I = V/R ആണ്. V എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 6/12 അല്ലേ. 6 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയില്ല 12 ആണ്. അപ്പോൾ 6/12 = 0.5 എന്ന് കിട്ടി. അപ്പോൾ 0.5 ആണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കറക്റ്റ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 2 ഓം വീതം പ്രതിരോധമുള്ള 10 പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ N × R എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ നേരത്തെ ഇക്വേഷൻ കണ്ടല്ലോ. ഇൻറ്റു ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. N ആണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കിവിടെ 10 ആണെന്ന് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് 10 ഇൻറ്റു എന്ത് ചെയ്യാം? 10 × 2 ചെയ്യാം. 10 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 20 ഓം എന്ന് കിട്ടി. അപ്പോൾ 20 ഓം ആണ് അവിടുത്തെ ആൻസർ. ഇനി 6 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ ശ്രേണി രീതി ബന്ധിപ്പിച്ചാലാണ് 42 ഓം സഫല പ്രതിരോധം കിട്ടുക? അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 6 ഓം പ്രതിരോധമാണ് തന്നിരിക്കുന്നത്. എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് R = NR എന്ന് പറയുന്നതാണ് അല്ലേ. R = NR എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. RS എന്ന് പറയുന്നത് 42 ആണ്. 42/6 = എത്ര കിട്ടി? 7 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 7 എന്ന് പറയുന്നതാണ് അവിടുത്തെ സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സമാന്തര രീതി നോക്കാം. സമാന്തര രീതിയാണെന്നുണ്ടെങ്കിൽ നോക്കി സമാന്തരമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് കറണ്ട് ഒഴുകുന്നത് I1 I2 എന്ന് പറയുന്നതാണ്.
നമ്മുടെ ഇക്വേഷനിൽ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അതിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ബൈ ആർ, വി ബൈ R1, വി ബൈ R2 അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. വി കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ വി എന്താണ് പുറത്തേക്ക് എടുത്ത് 1/R1 + 1/R2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to R1 R2/R1 + R2 ആണ്. സമാന്തര രീതിയാണെങ്കിൽ പ്രതിരോധം കാണുന്നതിനായിട്ട് R is equal to സഫല പ്രതിരോധം കാണുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? R is equal to R1 R2/R1 + R2 എന്ന് എഴുതിയാൽ മതി. R1 R2/R1 + R2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 6 ഓം പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എത്രയാണ്? R/N ആണ്. R/N ആണ്. 6 ഓം പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുകയാണെങ്കിൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് R/N ആണ്. നമ്മൾ നേരത്തെ NR ഇൻറ്റു ചെയ്യാണ് ചെയ്തത് അല്ലേ? എണ്ണത്തിന് ഇൻറ്റു ചെയ്യാണ് ചെയ്തത്. അതായത് ഇതിലെ ശ്രേണി രീതിയിൽ. സമാന്തര രീതിയാണെങ്കിൽ ബൈ ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. 6 ഓം 3 ഓം എന്നീ 2 പ്രതിരോധകങ്ങളും RV ബാറ്ററിയുമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും? എങ്ങനെ വരയ്ക്കും? പ്രതിരോധം എന്ന് വിചാരിക്കട്ടെ. അതൊക്കെ ഇത് 3 ഓമാണ്, ഇത് 6 ഓമാണ്. പിന്നെ ഒരു ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ബാറ്ററി എന്ന് പറയുന്നത് സ്വിച്ച് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ വരുന്നുണ്ടാവും. നേരത്തെ കണ്ട ഒരു പിക്ചറില്ലേ, ഇതിൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് ആ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. ഈ R1 R2 എന്നുള്ളിടത്ത് നമ്മൾ ആ വാല്യൂസ് ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത് വിചാരിക്കൂ. അപ്പോൾ സമാന്തര രീതിയാണ്. ഇവയെ സമാന്തരമായി ബന്ധിപ്പിക്കുന്നതിന് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ആ സർക്യൂട്ടിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. സഫല പ്രതിരോധം എങ്ങനെ കണ്ടുപിടിക്കും? സഫല പ്രതിരോധം കാണുന്നതിലേക്ക് ഇഷ്ടം എന്താണ്? R1 R2/R1 + R2 ആണ്. R1 + R2 ആണ്. അപ്പോൾ നമുക്ക് 3 6 തന്നിരിക്കുന്നത്. അപ്പോൾ 3 × 6 അല്ലേ? 3 × 6/3 + 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 അല്ലേ? 3 × 6 എത്രയാണ്? 18. അപ്പോൾ 18/9 ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും അല്ലേ? 2 ആണ്. അവിടുത്തെ സഫല പ്രതിരോധം എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് എത്രയെന്ന് കണക്കാക്കുക. അപ്പോൾ I1 ആണ് കണ്ടുപിടിക്കുന്നത്. I is equal to V/R ആണ്. നമുക്ക് V എന്ന് പറയുന്നത് വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ടോ? R ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ I is equal to V/R ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? V/R ചെയ്യുമ്പോൾ 6/3 അല്ലേ? 6/3 is equal to 2 എന്ന് കിട്ടും. 6/3 is equal to 2 എന്ന് കിട്ടും. അത് I1-ൻ്റെ ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ I2 ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 6 3 അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? നമ്മൾ 3 ഇട്ട് കൊടുത്തു അല്ലേ? 3 ഇട്ട് കൊടുത്തു. ഇനി 6 ഇട്ട് കൊടുക്കുക. അപ്പോൾ 6/6 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നതാണ് I2 എന്ന് പറയുന്നത്. അപ്പോൾ I1 I2 കിട്ടിയല്ലോ. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. is equal to V/R ആണ്. അപ്പോൾ 6/3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുന്നത്? 6 വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. 6/6 ഒന്നിച്ച് കിട്ടും. അതുപോലെ തന്നെ 6/3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 2 എന്നും കിട്ടും അല്ലേ? ഇനി ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, തുല്യമായിരിക്കും. ഒരേ മൂല്യമുള്ള പ്രതിരോധകമാണെങ്കിൽ തുല്യമായിരിക്കും. ഈ 10 ഓം വീതം പ്രതിരോധമുള്ള 5 പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്രയാണ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈ ആണ് അല്ലേ? R/N അല്ലേ? R/N ആണ്. R/N എന്ന് പറയുമ്പോൾ 10/5 അല്ലേ? 10/5 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 2 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 7 3 2 സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് R1 R2/R1 + R2 ആണ് അല്ലേ? R1 R2/R1 + R2 എന്നാണ്. ഇവിടെ നമുക്ക് വേറൊരു R1 ഇവിടെ ഒരു R കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ ചേഞ്ച് ചെയ്യും അല്ലേ? അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും?
ഒരെണ്ണം കൂടാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും? R1, ഇതിന് ഞാൻ R1 എന്ന് കൊടുത്തു, പ്ലസ് ഇത് രണ്ടും ഒരു സമാന്തര രീതിയാണ്. സമാന്തര രീതി ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ R1 R2, അതായത് R2 R3 അല്ലേ, R2 R3 ബൈ R2 പ്ലസ് R3 ആണ് എങ്കിൽ പ്രതിരോധം കാണുകയാണെങ്കിൽ 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടിയിട്ടുള്ളത്? എത്രയാണ്? 1 കിട്ടുക. 4 2 × 2 ചെയ്യുക. ഇതിനെ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 × 2 ബൈ 2 പ്ലസ് 2 അല്ലേ, 4. അപ്പോൾ 4/4 ഇസ് ഈക്വൽ ടു 1 അല്ലേ. R1 R2 R3 എന്ന് പറയുമ്പോൾ 2 × 2 ബൈ 2 പ്ലസ് 2 അല്ലേ. അപ്പോൾ 4/4 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നത് ഇവിടുത്തെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് 1 ആണ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പോർഷൻ 2 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ് അല്ലേ. 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ സഫല പ്രതിരോധം എന്ന് പറയുന്നത്. സർക്യൂട്ടിലൂടെയുള്ള കറന്റിനെ കുറയ്ക്കുന്നവയാണ് പ്രതിരോധകങ്ങൾ എന്ന് മനസ്സിലായില്ലേ. വിവിധ സർക്യൂട്ടുകളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയോ കറന്റിനെയോ ആവശ്യാനുസരണം കുറയ്ക്കുവാൻ വിവിധ മൂല്യങ്ങളുള്ള പ്രതിരോധങ്ങൾ സംയോജിപ്പിച്ച് ഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ നോക്കിയ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളെല്ലാം എന്തുണ്ട്? പ്രതിരോധങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ബൾബാണെങ്കിലും ഹീറ്റർ ആണെങ്കിലും ഇസ്തിരിപ്പെട്ടി ആണെങ്കിലും എന്നീ ഉപകരണങ്ങളൊക്കെ എന്തുണ്ട്? പ്രതിരോധകങ്ങൾ ഉണ്ടായിരിക്കും. ഗാർഹിക സർക്യൂട്ടുകളിൽ ബൾബ്, ഫാൻ തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ഗാർഹിക സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ സമാന്തരമായിട്ടായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കുറേ ബൾബുകൾ ഉണ്ടായിരിക്കും, കുറേ ഫ്യൂസുകൾ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ നമ്മളൊരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫ്യൂസ് ഓൺ ആയിരിക്കും അവിടെ. അപ്പോൾ അത് കാരണമാണ് എന്തെന്ന് പറയുന്നത് സമാന്തരമായിട്ട് ഇവിടെ ഘടിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിലും ബൾബ്, ഫാനൊക്കെ അത് കാരണം ശ്രേണി രീതിയിലാണോ സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. സമാന്തര രീതിയിൽ വൈദ്യുത ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും? ഒരേ വോൾട്ടേജ് ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ആവശ്യമായ കറണ്ട് ലഭിക്കും. അതിൽ രേഖപ്പെടുത്തിയ പവറിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകം നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ. പ്രത്യേക സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ബൾബ്, 12 ഓം പ്രതിരോധകം, അതുപോലെ തന്നെ 9 വോൾട്ട് ബാറ്ററി എന്നിവ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 12 ഓം പ്രതിരോധകം ഉൾപ്പെടാത്ത മറ്റൊരു സർക്യൂട്ടും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 12 ഓം ഇല്ലാത്ത സർക്യൂട്ട് തന്നിട്ടുണ്ട്, 12 ഓം ഉള്ളത് തന്നിട്ടുണ്ട് അല്ലേ. എങ്കിൽ ഏത് സർക്യൂട്ടിലാണ് പ്രതിരോധം കൂടുതലായിട്ടുണ്ടായിരിക്കുക? പ്രതിരോധം കണ്ടാൽ മതിയല്ലോ അല്ലേ. ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് I = V/R ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 + എന്താണ്? ഇത് ശ്രേണി രീതിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി അല്ലേ. 12 + 6 ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. 18 ആണ് ഇവിടുത്തെ 6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ I = നമുക്ക് കറണ്ട് നോക്കുകയാണെങ്കിൽ I = V/R ആണ് അല്ലേ. V = IR ആണ്. I = V/R ആണ്. അപ്പോൾ നമുക്കിവിടെ വോൾട്ട് 9 ആണ്. I = V/R ആണെന്നുണ്ടെങ്കിൽ V എന്ന് പറയുന്നത് 9 ആണ്. R എന്ന് പറയുന്നത് നമുക്ക് 18 ആണ് കിട്ടി. 9/18 എത്ര കിട്ടി? 1/2 അല്ലേ. 1/2 ആംപിയർ എന്ന് നമുക്ക് കിട്ടി ഇല്ലേ. 1/2 ആംപിയർ ആണ് നമുക്ക് കിട്ടി. പ്രതിരോധം കൂടുതൽ ഏതിലാണ്? പ്രതിരോധം കൂടുതൽ ഇവിടെ 6 ഓമും 12 ഓം, അതായത് 18 ഓമാണ് ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്രതിരോധം ഉള്ളൂ അല്ലേ, 6 ഓം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രതിരോധം ഏതിലായിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുക? എയിൽ തന്നെയായിരിക്കും. ഏത് സർക്യൂട്ടിലാണ് ബൾബിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നത് ഏത് സർക്യൂട്ടിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൾബിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ ഏതിലായിരിക്കും? എയിലായിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുക. V = IR ആണ് അല്ലേ. V = എന്താണ്? IR ആണ്. I = V/R ആണ്. നമുക്ക് ആൻസർ 9/8 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തിൽ നോക്കുകയാണെങ്കിൽ 9/6 ആണ്. C= എത്രയാണ്? 9/6 എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ. 3 ആണ്.
കിട്ടുക അല്ലേ. 9/6 = 3 അപ്പോൾ ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലേ, പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുന്നതിനായിട്ട് V = IR ചെയ്താൽ മതി. I × R ചെയ്യുമ്പോൾ V = I × R ചെയ്യുമ്പോൾ ഐ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. 2 × 3 അല്ലേ, 2 V = IR അല്ലേ, V = IR ആണ്. I = നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2 I = എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 9/6 ചെയ്യുമ്പോൾ 2 അല്ല, 9/6 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 9/6 ചെയ്യുമ്പോൾ ഇവിടെ 2 3 പോലെ 3/2 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് I = V/R ചെയ്യുമ്പോൾ 3/2 നമുക്ക് I കിട്ടിയിട്ടുണ്ട്. I 3/2 ആണ്. 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് പറയുന്നത് 9 അല്ലേ, ഇവിടുത്തെ 9 അല്ലേ, 9 ആണോ 6 ആണോ? 6 അല്ലേ, 6 ആണ് അല്ലേ. അപ്പോൾ 3/2 × 6 3/2 × 6 ചെയ്യുമ്പോൾ നമുക്ക് 2 × 3 3 × 3 9 അല്ലേ. അപ്പോൾ 9 എന്ന് നമുക്ക് കിട്ടി ഇവിടുത്തെ അല്ലേ. 9 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. വോൾട്ട് എന്ന് പറയുന്നത് 9 നമുക്ക് കിട്ടി. അപ്പോൾ ഏത് സർക്യൂട്ടിലാണ് ചോദിച്ചിരിക്കുന്നതാണ്, ഏത് സർക്യൂട്ടിലാണ് ബൾബിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ലഭിക്കുന്നത്? ഏതിലാണ്? ആദ്യത്തെയാണ്, എയിലാണ്. ഇനി സ്വിച്ച് ഓൺ ചെയ്താൽ സർക്യൂട്ടിലെ ബൾബിന് എന്താണ് സംഭവിക്കുക? ബൾബിന് ആവശ്യമായതിലും അധികം പൊട്ടൻഷ്യൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കറണ്ട് കൂടും അല്ലേ. കറണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുകയാണെങ്കിൽ കറണ്ടും കൂടും. കറണ്ട് കൂടി എന്ത് സംഭവിക്കും? ബൾബ് കേടാവുകയും ചെയ്യും. ഫസ്റ്റത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരുന്നു? ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ പറഞ്ഞില്ല അല്ലേ. ആദ്യത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. V = IR ആണ്. 1/2 × V നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ആദ്യം തന്നെ നമ്മൾ 1/2 കണ്ടുപിടിച്ചിട്ടുണ്ട്. 1/2 × R എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 18 അല്ലേ. 6 എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്? 1/2 × 1/2 അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. I എന്ന് പറയുന്നത് 1/2 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 1/2 × R എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ 1/2 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് 3 വോൾട്ട് എന്ന് കിട്ടും. അത് കാരണം 3 വോൾട്ട് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതിലാണ് വരിക? ഓപ്ഷൻ എ ആണ്, സർക്യൂട്ട് എയിലാണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി ബാറ്ററിയും സെല്ലും തമ്മിൽ ലഭിക്കുന്ന വൈദ്യുതിയും നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വ്യത്യാസമുണ്ടോ നോക്കിയേ. ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ആണെങ്കിൽ ഒരേ ദിശയിൽ മാത്രമാണ് പ്രവഹിക്കുക. എന്നാൽ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ആണെങ്കിലോ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണല്ലോ, AC ആണെന്ന് നമുക്ക് പറയാം, AC കറണ്ടാണെന്ന് പറയാം. കൂടാതെ ഉയർന്ന വോൾട്ടിലുള്ള വൈദ്യുതിയുമാണ് എന്ന് പറയുന്നത് ഗാർഹിക ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലേ. ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഒരേ ദിശയിൽ മാത്രമാണ് പ്രവഹിക്കുന്നത്. വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ക്രമമായ ഇടവേളയിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ്. കൂടാതെ ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയും കൂടിയാണ്. അതിനാൽ തന്നെ ഗാർഹിക ഉപകരണങ്ങളും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട് അല്ലേ. ഇനി നമുക്ക് വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാണ്. താഴെ കൊടുത്തതിൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഇതാണ് ഡ്രൈ സെല്ലാണ്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. ഒരടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ സെല്ലിലെ 2 ടെർമിനലുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുണ്ടായിരിക്കണം? ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, താഴെ കൊടുത്തവയിൽ അമ്മീറ്ററും വോൾട്ട്മീറ്ററും ശരിയായ രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള സർക്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലേതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്. സി ആണ് അവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് 4 എ കോളത്തിലുള്ളവ ചേരുന്നവ BC എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസമാണെങ്കിൽ W/Q ആണ്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വോൾട്ടാണ്. ഇനി കറണ്ട് ആണെങ്കിലോ കറണ്ട് C= എന്നാണ് Q/T ആണ്. Q/T ആണ് എങ്കിൽ എന്താണ്? ആംബിയർ ആണ്. ഇനി പ്രതിരോധമാണെങ്കിൽ V/I ആണ്, ഓം ആണ് അല്ലേ. ഒരു വൈദ്യുത സർക്യൂട്ടിലെ M എന്ന ബിന്ദുവിൽ നിന്ന്
വൈദ്യുത ചാർജ് 5C വൈദ്യുത ചാർജ് N എന്ന ബിന്ദുവിലെത്തിക്കാൻ 50 ജൂൾ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ MN എന്നീ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്? എത്രയായിരിക്കും? ചെയ്ത് നോക്കൂ. VC = W/Q ആണ്. VC എന്താണ്? W/Q ആണ്. 50/5 ചെയ്യാം. 50/5 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. 10 അവിടുത്തെ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. VC = W/Q എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിരിക്കുക. VC = W/Q. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബൾബുകളിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ച സർക്യൂട്ടുകൾ ഏതൊക്കെയാണ് ശ്രേണി രീതിയിൽ? B വരുന്നുണ്ട്. C ആണെന്നുണ്ടെങ്കിലോ? C ആണെന്നുണ്ടെങ്കിൽ ശ്രേണി രീതിയാണോ? അല്ലേ? അതേലെ ശ്രേണി രീതിയിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതും ശരിയാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്ത സർക്യൂട്ട് വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സ്വിച്ച് ഓണാക്കിയാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. സഫല പ്രതിരോധം കണക്കാക്കുന്നതിനെ പ്ലസ് ചെയ്താൽ മതിയല്ലോ, അല്ലേ? ശ്രേണി രീതിയാണെങ്കിൽ 3 വരാം. സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ IS = V/R ആണ്. V എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6/3 C = എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇപ്പോൾ 2 കറണ്ട് എന്ന് പറയുന്നത്. ഇനി 2 ഓം പ്രതിരോധത്തിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? VC = IR എന്ന് ചെയ്താൽ മതി, അല്ലേ? VC = IR എന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടി? VC = IR. C എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 × R എന്ന് പറയുമ്പോൾ എത്രയാണ്? R 1 ആണെങ്കിൽ 1 ആണ്, അല്ലേ? R 1 1 ആണ്. നമുക്ക് 2 ഓം പ്രതിരോധമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2 ഇട്ട് കൊടുക്കാം, അല്ലേ? VC = IR എന്ന് പറയുമ്പോൾ 2 × 2. C = എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇനി 1 ആണെങ്കിലോ? കറണ്ട് എത്രയായിരിക്കും? ഒരു ഓം പ്രതിരോധത്തിലുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 ആംപിയർ തന്നെയായിരിക്കും. നെക്സ്റ്റ്, ഒരു വൈദ്യുത സർക്യൂട്ടും ഫാനിൻ്റെ റെഗുലേറ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് രീതിയിലാണ്? ഫാനിൻ്റെ റെഗുലേറ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് രീതിയാണ്? ശ്രേണി രീതിയാണ്. താഴെ കൊടുത്ത സർക്യൂട്ടുകൾ 10 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കാണിക്കുന്ന വോൾട്ട് മീറ്റർ ഏതെല്ലാമാണ്? ഏതാണ്? B, ഓപ്ഷൻ B, 10 ഓം, അല്ലേ? കാണിക്കുന്നുണ്ട്. ഇത് എന്താണ്? B ആണ് വരുന്നത്. ആൻസർ വരുന്നത് Bയും അതുപോലെ തന്നെ Dയിലാണെന്നുണ്ടെങ്കിലും 10 തന്നെയാണ്, അല്ലേ? കാണിച്ചിരിക്കുന്നത് 10 ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 9 വരും. അപ്പോൾ ഓപ്ഷൻ Bയും D ആണ് വരാം. നെക്സ്റ്റ്, 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ പ്രതിരോധം 5 ഓം ആണ്. ഇതിനെ വലിച്ചു നീട്ടി നീളം ഇരട്ടിയാക്കുന്നുവെങ്കിൽ ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? പകുതിയാകും കേട്ടോ. പകുതിയായിരിക്കും. ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും? പ്രതിരോധം കാണുന്നതിനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാലകത്തിൻ്റെ പ്രതിരോധം 4 ആയിരിക്കും. 4. താഴെ കൊടുത്തവയിൽ ഓം നിയമത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ C ആണ്, അല്ലേ? I കൂടുമ്പോൾ Vയും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.